പോകുന്നത് SLCയിലെ മാത്സ് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഓക്കെ, പൊസിഷൻ ആൻഡ് ടേം ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പൊസിഷൻ ആൻഡ് ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പൊസിഷൻ ഉണ്ട് അല്ലേ. ടേം എന്ന് പറഞ്ഞാൽ ഓരോ ടേമുകൾ അല്ലേ. ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ്. ഇതൊരു സീക്വൻസ് ആണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് ടേം അല്ലേ, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ അല്ലേ. ഫോർത്ത് ടേം ഏതാണ്? 31 അല്ലേ. അപ്പോൾ പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 1ഉം 11ഉം ആണ് ഫസ്റ്റും സെക്കൻഡ് ടേമും ആണെന്ന് വിചാരിക്കുക. 1ഉം 11ഉം ആണ് എന്ത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കഴിയുക അറിയോ? നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് എന്താക്കണം, ഒരു കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. ഇതിന് കോമൺ ഡിഫറൻസ് എന്താണ്? സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേമും കുറയ്ക്കുക അല്ലേ. അപ്പോൾ 11 - 1 എന്താണ്? 10 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 എന്ന് കിട്ടി അല്ലേ. ഇനി ഈ കോമൺ ഡിഫറൻസ് ആയ 10 എന്താണ്? ഓരോ നമ്പറിന് ഓരോ ഇതൊന്നും കൂട്ടി പോയാൽ മതി, ആഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ 1നോട് 10 ആഡ് ചെയ്ത് എന്ത് കിട്ടി? 11 അല്ലേ. 11നോട് ആഡ് ചെയ്താൽ എന്ത് കിട്ടി? 11നോട് 10 ആഡ് ചെയ്താൽ 21 അല്ലേ. 21നോട് 11 ആഡ് ചെയ്താൽ എന്തായി? 31. 31നോട് 11 ആഡ് ചെയ്താൽ 41. 41നോട് 11 ആഡ് ചെയ്താൽ എന്താണ്? 51. അങ്ങനെ സോ ഓൺ അങ്ങനെ പോവും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 2 നമ്പർ തന്നാൽ അതിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ. ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും ടേം തന്നാൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എന്താക്കുക? നിങ്ങൾ മൈനസ് ചെയ്യുക, എന്നിട്ട് ഉണ്ടാക്കുക. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് എന്താക്കാണ്? ആ ടേമുമായിട്ട് ഇങ്ങനെ പ്ലസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റത്തെ 2 ടേമാണ് 1, 11. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ ഈ ഫസ്റ്റത്തെയും അതുപോലെ എന്താണ് തേർഡ് ടേമും ആണ് തന്നെന്ന് വിചാരിച്ചോ. ഓക്കെ, ഫസ്റ്റത്തെയും തേർഡ് ടേമും ആണ് നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സെക്കൻഡ് ടേം കണ്ടുപിടിക്കുക? എന്താ നമ്മൾ ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂട്ടിയിട്ട് 2നോട് ഡിവൈഡ് ചെയ്യുക. ഒന്നങ്ങനെ ചെയ്യുക. ഓക്കെ, അവിടെ ഉത്തരം ഇവിടെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ആദ്യം ഞാൻ പറഞ്ഞുതരാം. 11 + 1 12/2 എത്ര? 6 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? ഇവിടെ 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ? ചെയ്യേണ്ട ഒരു മെത്തേഡ് കേട്ടോ. ഇവിടെ 6 എന്ന് കിട്ടും. ഓക്കെ, ആദ്യത്തെ ടേമും മൂന്നാമത്തെ ടേമും തന്ന് സെക്കൻഡ് ടേം ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് രണ്ടും കൂട്ടിയിട്ട് 2നോട് ഹരിക്കുകയെന്നെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റത്തെ ടേമും ഈ മൂന്നാമത്തെ ടേമും അല്ല തന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ടേമിനോട് എത്ര പ്രാവശ്യം ഈ കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് തേർഡ് ടേം കിട്ടുക? ഫസ്റ്റത്തേനോട് കോമൺ ഡിഫറൻസ് 1 കൂട്ടിയാൽ രണ്ടാമത്തെ ടേം കിട്ടും. രണ്ടാമത്തേനോട് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ മൂന്നാമത്തെ ടേം കിട്ടും അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്ത് മൂന്നാമത്തെ ടേം കിട്ടുന്നത് അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് മൂന്നാമത്തെ ടേം കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഈ നമ്പറും മൂന്നാമത്തെ ഈ ടേമത്തെ ഈ നമ്പറും ഫസ്റ്റത്തെ ഈ ടേമും കൂടി എന്താക്കുക? മൈനസ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക? 11 - 1 എത്രയാണ്? 11 - 1 എത്ര? 10 അല്ലേ. 10നോട് നമ്മൾ എത്ര പ്രാവശ്യം കൂട്ടിയാലാണ്, എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഈ മൂന്നാമത്തെ പദത്തിൽ എത്തുന്നത്? 2 അല്ലേ. അപ്പോൾ 2. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 11 1 കുറച്ച് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ പിന്നെ 2 ചെയ്യുക. ആ 2 കിട്ടിയ എവിടെ നിന്ന് മനസ്സിലായല്ലോ? ഈ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് ടേമിന് മൂന്നാമത്തെ പദത്തിൽ എത്ര എന്താ കോമൺ ഡിഫറൻസാണ് കൂട്ടേണ്ടത്? 2 കേട്ടോ അല്ലേ. അപ്പോൾ നമുക്ക് ആ 2 അതിങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. 11 - 1 10 പിന്നെ 2. ഓക്കെ, 10/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? നമുക്ക് കോമൺ ഡിഫറൻസിനാണ് D ആയിട്ട് എഴുതുന്നത്. കോമൺ ഡിഫറൻസ് നമുക്ക് അവിടെ 5 ആയി കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 5 ആയിട്ട് കിട്ടി. ഇനി എന്താക്കുക? കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് എന്താക്കുക? ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് കൂട്ടി പോയാൽ പോരെ. അപ്പോൾ 1 + 5 6 6 + 5 എത്ര? 11. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേമും കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അത് നമുക്ക് എന്താക്കണം? അരിത്മെറ്റിക് സീക്വൻസ് ആക്കി എഴുതണ്ടേ. അരിത്മെറ്റിക് സീക്വൻസ് ആക്കി എഴുതല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും ഡിഫറൻസ് 5 ഇല്ലേ. 11നോട് 5 കൂട്ടിയാൽ എത്രയാണ്? 16. പിന്നെ 16നോട് 5 കൂട്ടിയാൽ 21. 21നോട് 5 കൂട്ടിയാൽ എത്രയാണ്? 20. 6 എക്സെട്ര അല്ലേ. അങ്ങനെ പോകൂലേ. അതാണ് എന്ത് നമ്മളെ
സീക്വൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കിയേ, 1, 6, 11, 16, 21 എക്സെട്ര അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ മനസ്സിലായാലും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ അരിത്മാറ്റിക് സീക്വൻസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടേൺ ബട്ട് ഇൻഡിക്കേറ്റ് 0, അതായത് സർക്കിൾ. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദിസ് നമ്പേഴ്സ്. ഈ സർക്കിളായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അവിടെ ചില ടേം ഒന്നും തന്നില്ല, ചില ടേം തന്നിട്ടുണ്ട് അല്ലേ. അത് വെച്ചിട്ട് എന്താക്കുക, നമുക്ക് ഈ സീക്വൻസ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് 2 ടേം തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് 2 ടേം, അപ്പോൾ ഫസ്റ്റത്തെ 2 ടേം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇത് നേരിട്ട് തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അടുത്തടുത്ത ടേം ആണ് അല്ലേ. അപ്പോൾ അടുത്തടുത്ത ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താണ്, ആ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 42 മൈനസ് 24 എത്രയാണ്? അപ്പോൾ 42 24 കുറച്ച് നമുക്ക് എന്ത് കിട്ടും, 18 കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 18 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിൻ്റെയൊക്കെ എന്താ കോമൺ ഡിഫറൻസ് ആക്കി നമുക്ക് എന്താക്കുക, 18 എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 18 കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 18. അപ്പോൾ മനസ്സിലായില്ല കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടിയത്, 42 മൈനസ് 24 അല്ലേ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 18 കിട്ടി. ഇനി എന്താക്കുക, ഈ 18 ആഡ് ചെയ്ത് പോയാൽ പോരെ. ഓക്കെ, അപ്പോൾ 24 പ്ലസ് 18 എത്രയാണ്, 42. 42 പ്ലസ് 18 എത്രയാണ്, 42 പ്ലസ് 18 എത്രയാണ്, 60 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, അവിടെ 60 എന്ന് എഴുതുക. ഓക്കെ, ഇതൊക്കെ നോട്ടിലേക്ക് എഴുതുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പം കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 42 മൈനസ് 24 ഇസ് ഈക്വൽ ടു 18 എന്നൊക്കെ എഴുതുക കേട്ടോ. പിന്നെ അടുത്ത ടേം നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ എഴുതുക. ഇനി അടുത്ത എന്താണ് 16 പ്ലസ് 18 ആണ് ഇവിടെ ചെയ്യുക അല്ലേ. അപ്പോൾ എത്ര കിട്ടുക, 78 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇവിടെ 78. അപ്പോൾ ഈ 2 ടേം നമുക്ക് കിട്ടിയല്ലോ, കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ് ഈ രണ്ടാമത്തെ ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ തന്നിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നില്ല, ഫോർത്ത് ടേമും തന്നില്ല. അത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അടുത്തടുത്തുള്ള ടേം ആകുമ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സുഖമല്ലേ. അടുത്തടുത്ത ടേം ആകുമ്പോൾ നമുക്ക് സിമ്പിളാണ് അല്ലേ. അത് രണ്ടും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ വലിയ ടേമിനോട് ചെറിയ ടേം അങ്ങ് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വലിയ ടേം എന്താ, തേർഡ് ടേം ആണ് അല്ലേ. തേർഡ് ടേമിന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുക. അപ്പോൾ 42 മൈനസ് 24 18 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ്, 18 കിട്ടി അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 18. ഓക്കെ, കോമൺ ഡിഫറൻസ് ഇവിടെ 18 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ടേം ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് ഇപ്പുറത്തും കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, ഇത് 24നോട് 18 കൂട്ടിയാൽ എത്ര, 42. 42നോട് 18 കൂട്ടിയാൽ എത്രയാണ്, 60 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ടേം നമുക്ക് കിട്ടി 60. ഇനി നമുക്ക് എങ്ങനെ ഫസ്റ്റ് ടേം കിട്ടുക മക്കളെ. ഫസ്റ്റ് ടൈം കിട്ടണത് എന്താണ്, ഇതും കുറച്ച് പറയാം. 16 18 കുറച്ചാലല്ലേ 42, 42 18 കുറച്ചാലല്ലേ 24, 24 18 കുറച്ചാൽ എത്രയാ, 6 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഇതാ 6 എന്ന് ഇതാ. ഓക്കെ, ഇവിടെ 6. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് കിട്ടിയില്ല. ഇനി മൂന്നാമത്തെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നിട്ടില്ല, ബട്ട് തേർഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് 42 മൈനസ് 24 എത്രയാണ്, അത് നമുക്കറിയാമല്ലേ, എത്രയാണ് 18 അല്ലേ. അപ്പോൾ 18 അവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ. ദെൻ നമുക്ക് എന്താക്കുക, ഇനി ഇപ്പുറത്തുള്ള ഈ നമ്പർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, മൈനസ് ചെയ്ത് പോയാൽ പോരെ. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ കിട്ടാനില്ലേ. തേർഡ് ടേമും ഫോർത്ത് ടേമും ആണ് തന്നത്, അതിൻ്റെ ഇപ്പുറത്തുള്ള നമ്പർ കിട്ടാൻ മൈനസ് ചെയ്ത് പോയാൽ മതി അല്ലേ. അപ്പോൾ 24 മൈനസ് 18 എത്രയാണ്, 24 മൈനസ് 18 എത്രയാണ്, 6 അല്ലേ. ഓക്കെ, 6 എന്ന് കിട്ടി. ഇനി എന്താണ് ഇപ്പുറത്തുള്ള നമ്പർ എത്ര, 6 മൈനസ് 18 എത്രയാണ്, 6 മൈനസ് 18 എത്രയാണ്, -12 അല്ലേ. അപ്പോൾ അത് എഴുതുക. ഓക്കെ, -12 നെഗറ്റീവ് ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. -12 ഉണ്ട് കേട്ടോ. അപ്പോൾ -12 കാണാൻ വേണ്ടി കുറച്ചൊന്ന് പൊക്കിയായിരുന്നു കേട്ടോ. എന്നാൽ നെഗറ്റീവ് ഉണ്ട് കേട്ടോ. -12 6 24 42 എക്സെട്ര അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ. നെക്സ്റ്റ് 24 ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് അല്ലേ, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം തന്നിട്ടുണ്ട്, 42 ഫോർത്ത് ടേമും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കണം, സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും കാണണം. ഇപ്പോൾ അടുത്തടുത്തുള്ള നമ്പറാണെങ്കിൽ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് നമുക്ക് പറയുന്നത് അല്ലേ. എന്ത് നമുക്ക് സിമ്പിളായിട്ട് പറയുന്നത്, നേരിട്ട് മൈനസ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ പിന്നെ അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ, മോളത്തൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഇതങ്ങനെ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇത് പറ്റാൻ എന്താ, ടീച്ചർ നേരത്തെ ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടില്ലേ. എന്താണ് ഈ 24നോടും 42 ആണ് അല്ലേ. 24 ഫസ്റ്റ് ടേം ആണ്, 42 എന്താണ്
തേർഡ് ടേം ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഈ തേർഡ് ടേമിലേക്ക് എത്തുന്നത്? 2 പ്രാവശ്യം. ഓക്കെ 2. ഓക്കെ അങ്ങനെ മനസ്സിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ പൊതുവെ നമുക്ക് എന്താക്കുന്നത് 2 ടേം. ഇനി എന്താക്കുക 42 24 മൈനസ് ചെയ്യുക. അപ്പോൾ 42 24 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും അല്ലേ. 18 പിന്നെ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഈ 42 എത്തുന്നത്? 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 2. ഓക്കെ 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? ഇവിടെ 9 കിട്ടി അല്ലേ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 9. നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത്. ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം ഈ കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടിയെന്നുള്ളത്. നിങ്ങൾ എത്ര ടേം അല്ലേ ഈ ഫസ്റ്റ് ടേമിനോട് എത്ര ആഡ് ചെയ്താലാണ്, എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് സെക്കൻഡ് ടേം കിട്ടുക നോക്കുക. സെക്കൻഡ് ടേം അല്ല തേർഡ് ടേം എത്ര ആഡ് ചെയ്യാനാ? സെക്കൻഡ് ടേമിനോടും തേർഡ് ടേമിനോടും ആഡ് ചെയ്താലാണ് തേർഡ് ടേം കിട്ടുക അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പം 2 പ്രാവശ്യം. ഓക്കെ 2 അവിടെ മനസ്സിൽ വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സില്ലേ ഈ നമ്പേഴ്സ് മൈനസ് ചെയ്യുക. 42 24 മൈനസ് ചെയ്യുക. അപ്പോൾ 42 24 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 18 കിട്ടും. ആ കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക? ആ 18നോട് എത്ര തൊട്ടാണ് ഇവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ അപ്പുറത്ത് കിട്ടുക പറഞ്ഞാൽ 2 പറഞ്ഞില്ലേ. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 9 കിട്ടും. അതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി നമുക്ക് ഇനി ആഡ് ചെയ്ത് പോകാൻ സുഖമല്ലേ. അപ്പോൾ 24 + 9 എത്രയാണ്? 24 + 9 എത്രയാണ്? 33 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇവിടെ 33 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 33 എന്ന് കിട്ടി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് 33. ഓക്കെ ഇനി 33 + 42 എത്രയാണ്? 33 + 9 എത്രയാണ്? 42 അല്ലേ. ഇനി 42 + 9 എത്രയാണ്? 51. അപ്പോൾ ഇവിടെ എത്രയാണ്? 51. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം നമുക്ക് എന്താണ് അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മളെ പണി എളുപ്പമായി കേട്ടോ. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇത് ഇനി അടുത്തത് അതേപോലെ തന്നെ അല്ലേ ഇടവിട്ടിട്ടുള്ള തന്നാണെങ്കിൽ നമുക്ക് എന്താക്കാൻ നോക്കാം. ശ്രദ്ധിക്കുക ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഇത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ് തന്നത്. അപ്പോൾ ഈ എന്താണ് ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് തേർഡ് ടേം എത്തുക നോക്കുക. അപ്പോൾ 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ 2 അവിടെ മനസ്സിൽ വെക്കുക. പിന്നെ എന്താണ് ഈ തന്നിരിക്കുന്ന 2 നമ്പറും മൈനസ് ചെയ്യുക. 42 - 24 ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിനോട് ആ കണ്ടുപിടിച്ച 2 ഉണ്ടല്ലോ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് എന്താക്കുക? ഫസ്റ്റ് ടൈമിനോട് ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ മനസ്സിലായല്ലോ. ദെൻ ഇവിടെ നോക്കൂ. ഇനി അതേപോലെ തന്നെ ഇതും അല്ലേ. ഇത് തന്നിരിക്കുന്നത് എന്താ? സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ? സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഈ ഫോർത്ത് ടേം കിട്ടുക? സെക്കൻഡ് ടേമിനോട് ഇവിടെ ഒന്ന് ആഡ് ചെയ്യണം. ഇവിടുന്ന് പിന്നെ ഒന്നും കൂടി ആഡ് ചെയ്താലാണ് ഈ ടേം കിട്ടുക അല്ലേ. അപ്പോൾ 2 വട്ടം അല്ലേ 2 പ്രാവശ്യം എന്താണ് ഈ സെക്കൻഡ് ടേമിനോട് ആഡ് ചെയ്ത് കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം ആഡ് ചെയ്താലാണ് എന്ത് ഫോർത്ത് ടേം കിട്ടുക. അപ്പോൾ 2 അവിടെ മനസ്സിൽ വെച്ചോ. ഇനി ഇത് 2ഉം മൈനസ് ചെയ്യുക. തന്നിരിക്കുന്ന ഈ 2 നമ്പറും മൈനസ് ചെയ്യുക. ഫോർത്ത് ടേമിൻ്റെ നമ്പറും അതുപോലെ സെക്കൻഡ് ടേമിൻ്റെ നമ്പറും മൈനസ് ചെയ്യുക. അപ്പോൾ 42 - 24 എത്ര? 18 അല്ലേ. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനോട് മറ്റേ നമ്മൾ 2 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയില്ലേ അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 18/2 പറഞ്ഞാൽ എത്രയാണ്? 9. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 9 ആണ് അല്ലേ. അപ്പോൾ D = എന്താണ്? 9. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 9 കിട്ടിയല്ലോ. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കോമൺ ഡിഫറൻസ് ഇങ്ങോട്ടേക്കാണെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ആഡ് ചെയ്ത് പോവുക. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ എന്താണ് സബ്ട്രാക്ട് ചെയ്ത് പോവുക, മൈനസ് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്കാകുമ്പോൾ 24 + 9 എത്രയാണ്? 24 + 9 33 അല്ലേ. അവിടെ കിട്ടും. അപ്പോൾ ഈ നമ്പർ കിട്ടി. ഇനി ഇപ്പുറത്തുള്ള ഈ നമ്പർ ആണെങ്കിലോ 24 - 9. 24 - 9 എത്രയാണ്? 24 - 9 24 - 9 15 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 15 കിട്ടും. മനസ്സിലായല്ലോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പമാണ് അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കിയേ. ഇവിടെ 24 ആണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നില്ല. ബട്ട് ഫോർത്ത് ടേം 42 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക നോക്കൂ. 24നോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഇവിടെ കിട്ടുക നോക്കുക. ഈ ഫോർത്ത് ടേം കിട്ടുക നോക്കുക. എത്ര പ്രാവശ്യമാണ്? 24നോട് 1 2 3 അല്ലേ. 3 ടൈം ആഡ് ചെയ്താലാണ് എന്ത് കോമൺ ഡിഫറൻസ് കിട്ടുക അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? 3 ടൈം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് എന്ത് ഈ ഫോർത്ത് ടേം കിട്ടുക. അപ്പം 3 ടൈംസ് അല്ല 3 മനസ്സിൽ വെക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? 42ന്ന് എന്താക്കുക? ഈ 24 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 18 കിട്ടും അല്ലേ. ആ കിട്ടുന്ന ഉത്തരത്തിലൂടെ നേരത്തെ 3 കിട്ടില്ല അത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അപ്പോൾ 18 / 3 എന്താ? 6. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? D =
6 എന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ 6 ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ എളുപ്പമല്ലേ. അപ്പോൾ 24നോട് ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക അല്ലേ, ഇങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്കല്ലേ, അപ്പോൾ ആഡ് ചെയ്ത് പോകുക. അപ്പോൾ 24 + 6 എത്രയാണ് 30 അല്ലേ. അപ്പോൾ 30 എന്ന് കിട്ടി ഇവിടെ. ഇനി 30നോട് 6 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ എത്ര എന്താ കിട്ടി 36. ഇവിടെ എന്താണ് 36 എന്ന് കിട്ടി. 36നോട് 6 ആഡ് ചെയ്താൽ എന്താ കിട്ടുക 42 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ആണ് 2 ആണെന്നുള്ളത് നമുക്ക് എന്താ അറിയാം. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ. 24നോട് എത്ര വട്ടം എന്താണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഈ 4th ടേം കിട്ടുക. ഇവിടെ 24നോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് 1, ഇവിടെ നിന്ന് ഒന്നും കൂടി ആഡ് ചെയ്ത് 2, ഇവിടെ നിന്ന് ഒന്നും കൂടി ആഡ് ചെയ്ത് 3 അല്ലേ. അപ്പോൾ 3 പ്രാവശ്യം ആഡ് ചെയ്താലാണ് എന്ത് വരുന്നത് ഈ എന്താണ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമിനോട് 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് 4th ടേം കിട്ടുക അല്ലേ. അപ്പോൾ ആ 3 കിട്ടണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നമുക്ക് അല്ലേ. 4th ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം. അപ്പോൾ എത്രയാണ് 4 - 1 എത്രയാണ് 3, അങ്ങനെ കിട്ടും കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, then let's look at another problem. വേറൊരു പ്രോബ്ലം നോക്കൂ. Calculate the first 5 terms of the arithmetic sequence with the third term 37 and 7th term 73. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഈ ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 3rd ടേം 37, 7th ടേം 73 തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ തന്നത് ഫസ്റ്റ് 5 ടേം കണ്ടുപിടിക്കണം. അതിൽ 3rd ടേം 37 തന്നിട്ടുണ്ട് അല്ലേ. 3rd ടേം 37 അപ്പോൾ 1 2 3, ഈ 3rd ടേം എത്രയാണ് 37 തന്നു. ഓക്കെ, 37 തന്നു അല്ലേ. ഇനി എന്താണ് തന്നിരിക്കുന്നത് 7th ടേം 73 ആണ് അല്ലേ. അപ്പോൾ 3rd 4th 5th 6th 7th ടേം എത്രയാണ് തന്നിരിക്കുന്നത് 73 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിന്ന് ആ ഫസ്റ്റ് 5 ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടണം, കോമൺ ഡിഫറൻസ് കിട്ടണം അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നിന്ന് അറിയാലേ ഫസ്റ്റ് ടേമിനോട് എത്ര വട്ടം ഇൻറ്റു ചെയ്താൽ അല്ല പ്ലസ് ചെയ്താലാണ് കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്താലാണ് ഈ 4th ടേം കിട്ടുക എന്നൊക്കെ നോക്കിയാൽ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിച്ചതപ്പോൾ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ വേറെ എന്താണ് ഒരു ഷോർട്ടും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്താക്കുക, അപ്പോൾ ഇത് 3rd ടേം അല്ലേ. 3rd ടേമിന് എന്താണ് ഇത് 7th ടേം ആണ് അല്ലേ. അപ്പോൾ ഈ 7 മൈനസ് എന്താക്കുക ഈ 3 ചെയ്യാം. 7th ടേം അല്ലേ, 7 മൈനസ് 3 അല്ലേ. അപ്പോൾ 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 അല്ലേ. ആ 4 ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, 4 മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, 73 37 മൈനസ് ചെയ്യുക. 73 37 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക, നമുക്ക് 36 കിട്ടും. ഓക്കെ, അപ്പോൾ 36 കിട്ടിയ. ഇനി 2 ഉത്തരങ്ങളും കൂടി എന്താ ചെയ്യേണ്ടത് അറിയാം, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ് 36 ഡിവൈഡഡ് ബൈ 36 ഡിവൈഡഡ് ബൈ 36 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുക, ഈക്വൽ ടു 36 ഹരിക്കണം 4 എത്രയാണ് 36 ഡിവൈഡഡ് ബൈ 4 9 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ കോമൺ ഡിഫറൻസ് 9 കിട്ടി. മനസ്സിലായല്ലോ. ഓക്കെ, ഈ 36 എവിടെ നിന്നാണ് കിട്ടിയത്, തന്നിരിക്കുന്ന ആ ടേമുകൾ ഉണ്ടല്ലോ 73 37 അല്ലേ. അപ്പോൾ 73 മൈനസ് 37 എന്ന് പറഞ്ഞാൽ 36 കിട്ടും അല്ലേ. ബൈ ഡിവൈഡഡ് ബൈ പിന്നെ ആ 7th ടേമും 3rd ടേമിൻ്റെ 7ഉം 3ഉം ഇല്ലേ, അത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്താ, ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 7 മൈനസ് 3 എന്താ 4. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 9. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി, 9 കിട്ടി അല്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ 9 കിട്ടിയല്ലോ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ 37 ഈ 9 ഇങ്ങനെ കൂട്ടി പോയാൽ പോരെ. അപ്പോൾ 37 + 9 എത്രയാണ് 37 + 9 37 + 9 ചെയ്ത് നോക്കൂ, എത്രയാ 46 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 46 കിട്ടി അല്ലേ. ഓക്കെ, 46 കിട്ടി. ഇനി 46നോട് 9 എന്ന് ആഡ് ചെയ്ത് നോക്കൂ, അടുത്ത നമ്പർ കിട്ടും അല്ലേ. എത്രയാണ് 46 + 9 എത്രയാണ് 55 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 55 കിട്ടി. ഇനി 55നോട് 9 ആഡ് ചെയ്ത് നോക്കൂ, 64 കിട്ടും അല്ലേ. അപ്പോൾ അടുത്ത നമ്പറും നമുക്ക് കിട്ടി അല്ലേ, 64 കിട്ടി. ഓക്കെ, അപ്പോൾ 64നോട് 9 ആഡ് ചെയ്താലോ 73 കിട്ടി, അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫസ്റ്റത്തെ 2 ടേം കിട്ടണ്ടേ. അപ്പോൾ ഫസ്റ്റത്തെ 2 ടേം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാം അല്ലേ. അപ്പോൾ എത്ര 9. അപ്പോൾ 37 9 കുറച്ചാൽ എത്രയാണ് 37 മൈനസ് 9 എത്രയാണ്. ഇത് റൈറ്റിലേക്കാണ് എന്താ പറഞ്ഞത്, ആഡ് ചെയ്ത് പോവുക. ലെഫ്റ്റിലേക്കാണെങ്കിലോ മൈനസ് ചെയ്ത് പോവുക അല്ലേ, സബ്ട്രാക്ട് ചെയ്ത് പോവുക, കുറച്ച് പോവുക. ഓക്കെ, 37 മൈനസ് 9 എന്ന് പറയുമ്പോൾ എത്രയാണ് 28 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 28 എന്ന് കിട്ടി. ഇനി 28 മൈനസ് 9 എത്രയാണ് 19, അതിവിടെ 80 അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ കിട്ടിയില്ലേ.
അപ്പോൾ 19 കിട്ടി, 28, 37, 46, 55, 64, 73 അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് ഇതിൻ്റെ ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെ കിട്ടിയിരിക്കുന്നത് നോക്കിയേ, ഇതാ 19, 28, 37, 46, 55 എക്സെട്ര അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് നോക്കിയേ. ദ ടു ടേംസ് എന്താണ്, ദ ടു ടേംസ് ഇൻ സ്പെസിഫിക് പൊസിഷൻ ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. അപ്പോൾ എന്താണ് 2 ടേമുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നിനെയും 5 ഓരോ അരിത്മെറ്റിക് സീക്വൻസിന് 5 ടേമുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3rd ടേമും തന്നിട്ടുണ്ട്, 6th ടേമും തന്നിട്ടുണ്ട് ഫസ്റ്റ് വണ്ണിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് എന്താക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 3rd ടേം എത്രയാണ്, 34 ആണ് അല്ലേ. 6th ടേമോ 67 ആണ്. അപ്പോൾ നമുക്കിത് നേരിട്ട് എന്താക്കാം, നമുക്ക് കോമൺ ഡിഫറൻസ് അങ്ങ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എങ്ങനെയായിരുന്നു, തന്നിരിക്കുന്ന ടേമുകളില്ലേ, ആ ടേമിൻ്റെ എന്താണ് ഈ ഇത് മൈനസ് ചെയ്യുക, നമ്പർ ആദ്യം മൈനസ് ചെയ്യുക, വലിയ ടേമത്തെ നമ്പർ എടുത്ത് നമ്പറിൽ നിന്ന് ചെറിയ ടേമത്തെ നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ 67 മൈനസ് 34 എത്രയാണ്, 67 മൈനസ് 34 എന്ന് പറയുമ്പോൾ എത്രയാ, 67 മൈനസ് 34 അല്ലേ. അപ്പോൾ 34 എത്രയാ, 33 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 33 ഡിവൈഡഡ് ബൈ, അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യുക, 6th ടേം 3rd ടേം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 6 മൈനസ് 3 ചെയ്യുക അല്ലേ. 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാ, 6 3 പോയാൽ എത്രയാ, 3 തന്നെ അല്ലേ. അപ്പോൾ 33 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 11 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 3rd ടേം 34, 6th ടേം 67 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് 3rd ടേം ഇങ്ങനെ എഴുതാം, നമുക്ക് 1 2 3 4 5 6 അല്ലേ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, 3rd ടേം 34 ആണ് അല്ലേ. അവിടെ നമുക്ക് എന്താക്കിയിട്ട് 34 എഴുതി. ഇനി 6th ടേം എന്താണ് 67 ആണ് അല്ലേ, അത് നമുക്ക് അവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് 11 കിട്ടിയല്ലോ. ഈ 34നോട് 11 കൂട്ടിയാൽ എത്ര കിട്ടുക, 45 കിട്ടും അല്ലേ. 45 ഈ 45നോട് 11 കൂട്ടിയാൽ എത്രയാണ്, 56 കിട്ടും. ഈ 56നോട് 11 കൂട്ടിയാൽ എത്ര, 67 കിട്ടില്ല. അപ്പോൾ ഈ ടേം കിട്ടി. ഇനി ഇപ്പുറത്തുള്ള ഈ ടേം കിട്ടാൻ എന്താണ്, കോമൺ ഡിഫറൻസ് കുറച്ച് വരിക അല്ലേ. അപ്പോൾ 34 മൈനസ് 11 എത്രയാണ്, 23 അല്ലേ. അപ്പോൾ 23 കിട്ടി. 23 മൈനസ് 11 എത്രയാണ്, 12 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്, 12, 23, 34, 45, 56, 67 അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമിനോട് ഇത് ശരിയാണോ നോക്കാം. ഫസ്റ്റ് ടേമിനോട് ഈ 11 ഇങ്ങനെ കൂട്ടി പോയി നോക്കുക. അപ്പോൾ ഇത് ശരിയല്ലേ നോക്കൂ, ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്, 3rd ടേം 43 തന്നിട്ടുണ്ട്, 6th ടേം 76 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ടേമുകൾ തന്നാൽ എന്താ കോമൺ ഡിഫറൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞത്, ആ ടേമത്തെ പൊസിഷനിലുള്ള ആ നമ്പർ ആദ്യം മൈനസ് ചെയ്യുക, എന്നിട്ട് എന്താക്കുക, പൊസിഷനുകൾ തമ്മിൽ എന്താ മൈനസ് ചെയ്യുക അല്ലേ, ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. നോക്കൂ, 76 മൈനസ് 43, 76 മൈനസ് 43 എത്രയാ, 76 മൈനസ് 43 എന്ന് പറഞ്ഞാൽ എന്താ, 33 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ് 76 മൈനസ് 43 ബൈ പിന്നെന്താണ് 6th ടേമും 3rd ടേമും അല്ലേ, 6 മൈനസ് 3 എന്താണ് 3 അല്ലേ. അപ്പോൾ 33 ബൈ 3 എന്ന് ചെയ്യുക അല്ലേ. 33 ബൈ 3 ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാ, 33 ഡിവൈഡഡ് ബൈ 3 എത്രയാ, 11. ഇവിടെയും കോമൺ ഡിഫറൻസ് എന്താണ്, 11 തന്നെ അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ 3rd ടേം 43 തന്നിട്ടുണ്ട്, 6th ടേം 76 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇതൊന്ന് ജസ്റ്റ് എഴുതാം. 1 2 3 4 5 6 അല്ലേ, ഇങ്ങനെ എഴുതാം. ശരിയായിപ്പോയി അല്ലേ. ഓക്കെ, പറഞ്ഞായല്ലോ. ഇതിൽ 3rd ടേം 43 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 3rd ടേം 1 2 3 ഇത് എത്രയാണ്, 43 അല്ലേ. അപ്പോൾ ഇത് 43. ഇത് 6th ടേം 3 4 5 6 ഇത് എത്രയാണ് തന്നിരിക്കുന്നത്, 76 ആണ് തന്നിരിക്കുന്നത് അല്ലേ, 76. അപ്പോൾ ഇത് 76 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കോമൺ ഡിഫറൻസ് 11 കിട്ടി. ഇനി ഇത് നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ആദ്യം നമുക്ക് റൈറ്റിലേക്ക് അങ്ങ് പോകാം അല്ലേ. 43 പ്ലസ് 11 എത്രയാണ്, 54. 54 പ്ലസ് 11 എത്രയാണ്, 65 അല്ലേ. 65 പ്ലസ് 11 എത്രയാണ്, 76. അപ്പോൾ ഈ ഭാഗത്തുള്ള കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് ഇനി എന്താണ്, മൈനസ് ചെയ്ത് പോകുക അല്ലേ. ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ഇതാ മൈനസ് ചെയ്ത് പോകാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ 43 മൈനസ് 11 അല്ലേ. 43 മൈനസ് 11 എത്രയാണ്, 32 അല്ലേ. 32 അല്ലേ.
32 വരുമ്പോൾ 11 3യും 4 ഓക്കെ 32. ഇനി ഫസ്റ്റ് ടൈം കിട്ടാനോ 32 മൈനസ് 11 അപ്പോൾ എത്രയാണ് 21 അല്ലേ വരുന്നത്. 21 പ്ലസ് 11 എത്രയാണ് 2 3 അല്ലേ 32. ഓക്കെ ഇനി എന്താക്കുക നമുക്ക് ഇത് ശരിയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈമിനോട് 11 കൂട്ടി പോയി നോക്കുക, അത് തന്നെയാണെന്ന് കിട്ടുന്നത്. നോക്കൂ ഫസ്റ്റ് ടൈം എത്രയാണ് 21 ആണ് അല്ലേ. 21 പ്ലസ് 11 എത്രയാണ് 32. 32 പ്ലസ് 11 എത്രയാണ് 43 പ്ലസ് 11 എത്രയാണ് 54 പ്ലസ് 11 എത്രയാണ് 65 പ്ലസ് 11 എത്രയാണ് 76. അപ്പോൾ ഇത് ശരി തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, പിന്നെ എന്താക്കുക നമുക്ക് എഴുതിയാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്താണ്? ആ തന്നിരിക്കുന്ന ടേമിൻ്റെ നമ്പേഴ്സ് മൈനസ് ചെയ്യുക അല്ലേ. വലിയ ടേമിൻ്റെ നമ്പർ മൈനസ് ചെറിയ ടേമിൻ്റെ നമ്പർ ബൈ എന്താണ് ആ ടേംസിൻ്റെ പൊസിഷൻ്റെ ആ നമ്പറുകൾ മൈനസ് ചെയ്യുക അല്ലേ. ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 76 അല്ലേ. മൂന്നാമത്താണ് അല്ലേ. തേർഡ് ടേം എന്താ തന്നിരിക്കുന്നത്? തേർഡ് ടേം 2ഉം ഫിഫ്ത്ത് ടേം 3യും ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തേർഡ് ടേം 2. ഇനി അപ്പോൾ നമുക്ക് എന്താ അതൊന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു തേർഡ് ടേമും 2ഉം ഫിഫ്ത്ത് ടേം 3 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഫിഫ്ത്ത് ടേമിൻ്റെ നമ്പർ എത്ര 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ബൈ പിന്നെന്താ ചെയ്യേണ്ടത് 5 മൈനസ് 3 അല്ലേ. 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 അല്ലേ. അപ്പോൾ 1/2 എന്ന് കിട്ടി നമുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് എഴുതണം അല്ലേ. ആ അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. കോമൺ ഡിഫറൻസ് കിട്ടിയ എന്താണ് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ തേർഡ് ടേം 2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1 2 3 4 5 അല്ലേ. ഫിഫ്ത്ത് ടേം ഇനി തേർഡ് ടേം 2 അല്ല തന്നത്. അപ്പോൾ തേർഡ് ടേമിൻ്റെ അവിടെ എന്താക്കുക 2 എഴുതുക, ഇവിടെ 2 എഴുതുക. ഫിഫ്ത്ത് ടേം എത്രയാണ് തന്നിരിക്കുന്നത് 3 ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താക്കുക റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഈ കോമൺ ഡിഫറൻസ് കൂട്ടി പോവുക, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ കോമൺ ഡിഫറൻസ് കുറച്ച് പോവുക അല്ലേ. അപ്പോൾ നമുക്ക് 2 പ്ലസ് ഹാഫ് എത്ര 2/2 അല്ലേ. 2/2 1/2 എഴുതുക. നമുക്ക് എഴുതാൻ അറിയാമല്ലോ അല്ലേ. ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി എന്താവുന്നു കേട്ടോ. നിങ്ങൾ ശരിയാക്കുക കേട്ടോ. 2.5 എഴുതുക. ദെൻ 2.5 പ്ലസ് 1/3 അല്ലേ. ദെൻ ഇനി എന്താക്കുക ഈ 2 എന്താണ് ഈ കോമൺ ഡിഫറൻസ് കുറയ്ക്കുക അല്ലേ. അപ്പോൾ 2 ഹാഫ് കുറച്ച് എത്രയാണ് 1.5 അല്ലേ. അപ്പോൾ 1/2 എഴുതുക കേട്ടോ. 1/2 ഒന്നര ഇതിൻ്റെ എങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ 1.5 അങ്ങനെ എഴുതുക കേട്ടോ. ദെൻ 1.5 കുറയ്ക്കുന്നത് എങ്ങനെയാണ്? 1.5 ഈ കോമൺ ഡിഫറൻസ് കുറയ്ക്കുക, ഹാഫ് കുറയ്ക്കുക അല്ലേ. 1.5 എന്താക്കുക ഹാഫ് കുറച്ചാൽ എത്ര കിട്ടുക നമുക്ക് 1 കിട്ടും അല്ലേ. അപ്പോൾ അതിവിടെ എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി ഈ അരിത്മെറ്റിക് സീക്വൻസും കിട്ടി അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് സിമ്പിളാണ് എന്ത് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് 1 കിട്ടി. 1 ഹാഫ് കൂട്ടിയാൽ 1.5 ഹാഫ് കൂട്ടിയാൽ 2 ഹാഫ് കൂട്ടിയാൽ 2.5 ഹാഫ് കൂട്ടിയാൽ 3. ഓക്കെ ശരിയായല്ലോ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ ഫിഫ്ത്ത് ടേം അല്ലേ. ഫിഫ്ത്ത് ടേം 8 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താ ഫിഫ്ത്ത് ടേം 8ഉം 9th ടേം 10ഉം ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ആ നമ്പേഴ്സിൽ ആ ടേമിൻ്റെ നമ്പേഴ്സ് ആദ്യം മൈനസ് ചെയ്യുക. 10 മൈനസ് 8 എത്രയാണ് 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ 2 ബൈയിൽ മറക്കരുത് കേട്ടോ. പിന്നെ ഫിഫ്ത്ത് ടേമും 9th ടേമും അല്ലേ. അപ്പോൾ 9 മൈനസ് 5 എത്രയാണ് 4 അല്ലേ. ഓക്കെ അപ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിനെ രണ്ടിനും പകുതിയാക്കുക. 2നെയും പകുതിയാക്കുക 4നെയും പകുതിയാക്കുക അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഈക്വൽ ടു എന്താ 2നെ പകുതിയാക്കി എത്ര കിട്ടുക 1/4നെ പകുതിയാക്കി എന്താ കിട്ടുക 2 അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ് 1/2 ആണ് കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി 1/2 എന്ന് കിട്ടി. ഓക്കെ കോമൺ ഡിഫറൻസ് നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇവിടുന്ന് 8ൻ്റെ അല്ലേ. ഇനി ഇവിടുന്ന് നമ്പർ നോക്കി പോയി കൂടെ നമുക്ക് 8ന്ന് കോമൺ ഡിഫറൻസ് കൂട്ടും അല്ലേ ഹാഫ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ 8.5 എന്ന് കിട്ടും അല്ലേ. 8/2 പിന്നെന്താണ് 8.5 എന്താണ് 1/2 കൂട്ടിയാൽ എന്ത് കിട്ടും 9 എന്ന് കിട്ടും. ഇവിടെ 9 എഴുതുക. 9 ഹാഫ് കൂട്ടിയാൽ 9.5 കിട്ടും അല്ലേ. അപ്പോൾ 9.5 എന്ന് എഴുതുക. 9 1/2 ഓക്കെ. അപ്പോൾ ഇത് ഇനി എന്താണ് 8ന്ന്
ഇങ്ങോട്ടേക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ഇടത് ഭാഗത്തേക്കാണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത് ഹാഫ് കുറയ്ക്കുക അല്ലേ. അപ്പോൾ 8 ഹാഫ് കുറച്ചാൽ എത്രയാണ് 7.5 അല്ലേ. 7.5 എന്ന് കിട്ടും 1/2. ഓക്കെ, ഇനി എന്താണ് 7.5 ഹാഫ് കുറച്ചാൽ എത്ര കിട്ടുക 7.5 അര കുറച്ചാൽ എത്ര കിട്ടുക 7 അല്ലേ. അപ്പോൾ 7 എഴുതുക. 7 അര കുറച്ചാൽ എന്താ കിട്ടുക 7 ഹാഫ് കുറച്ചാൽ എന്താ കിട്ടുക 6.5 അല്ലേ. 6.5 കിട്ടും. അത് എഴുതുക 6 1/2. ഓക്കെ, ഇനി എന്താ 6.5 അര കുറച്ചാൽ എന്താ കിട്ടുക നമുക്ക് 6 കിട്ടും. കണ്ടു 6 കിട്ടി അല്ലേ. അപ്പോൾ 6 6.5 7 7.5 8 8.5 9 9.5 10 അങ്ങനെ കിട്ടി അല്ലേ. അപ്പോൾ ഈ ഹാഫ് നിങ്ങൾ എഴുതുമ്പോൾ ടീച്ചർ കമ്പ്യൂട്ടറിലായിട്ടാണ് അങ്ങനെ എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം 6.5 എന്നുള്ളത് എന്താ 6 എന്ന് എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇങ്ങനെ എഴുതണം കേട്ടോ. 6.5 എന്നുള്ളത് ടീച്ചർ ഇങ്ങനെ ഇതിനായിട്ട് ഇങ്ങനെ എഴുതി പോയതാണ് കേട്ടോ. 6.5 എന്നുള്ളത് ഇങ്ങനെ എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ 7 എന്നുള്ളത് 7 നിട്ടിട്ട് 6 ഇങ്ങനെ എഴുതുക. 8 എന്നുള്ളത് 8 നിട്ടിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതാൻ നിൽക്കല്ലേ, ഇങ്ങനെ എഴുതുക കേട്ടോ. ഈ മെത്തേഡിൽ എഴുതുക. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ഈ 5th ടേം 7 7th ടേം 5 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 5th ടേം 7 7th ടേം 5 തന്നിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്താ പറഞ്ഞിരുന്നത്? ആ ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്തിട്ട് ആ ടേമിൻ്റെ നമ്പേഴ്സ് മൈനസ് ചെയ്ത് രണ്ടും കൂടി എന്താ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ് 5th ടേം 7 7th ടേം 5 അല്ലേ. അപ്പോൾ 5 - 7 ചെയ്യുക അല്ലേ. 5 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് -2 അല്ലേ. -2 ബൈ ഇനി 7 - 5 എത്രയാണ് 4. സോറി 7 - 5 എത്രയാണ് 2 അല്ലേ. ഓക്കെ, അപ്പോൾ 7 - 5 2 അല്ലേ. അപ്പോൾ -2/2 അല്ലേ. -2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് -1 അല്ലേ. അപ്പോൾ ഇസ് ഈക്വൽ ടു -1 നമുക്ക് എന്ത് കിട്ടി അതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇനി 5th ടേം 7 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക? ഓക്കെ, അപ്പോൾ 5th ടേം 7 1 2 3 4 5 ഇവിടെ എന്താണ് നമുക്ക് എന്ത് കിട്ടും? ഇതാ 1 2 3 4 5 5th ടേം എത്രയാണ് 7 ആണ് അല്ലേ. അതാണ് തന്നത്. ഓക്കെ, ഇനി 7th ടേം എന്താണ് 6 7 ഇത് എന്താണ് 5 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ നമുക്ക് എന്താണ് നമുക്ക് കോമൺ ഡിഫറൻസ് -1 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് ഇങ്ങോട്ടേക്കാണെങ്കിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്ത് പോകണം അല്ലേ. അപ്പോൾ 7 + -1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 അല്ലേ. 7 + -1 എന്ന് പറഞ്ഞാൽ 7 - 1 അല്ലേ. അപ്പോൾ 6. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി ഇപ്പുറത്തുള്ളതാണെങ്കിലോ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറച്ച് പോകാൻ പറഞ്ഞില്ലേ. അപ്പോൾ 7 - -1 അല്ലേ. 7 - -1 എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആവും അല്ലേ. അപ്പോൾ 7 - -1 എന്ന് പറഞ്ഞാൽ എന്താണ് 8 ആയി അല്ലേ. 7 + 1 ആയി 8. ഇനി 8 - -1 എന്ന് പറഞ്ഞാൽ എന്തായി 8 + 1 ആയി 9 ആയി അല്ലേ. ഇനി 9 - -1 എന്തായി 9 + 1 ആവും. അപ്പോൾ എന്താക്കി 10 ആവും അല്ലേ. 10 - -1 എന്ന് പറഞ്ഞാൽ എന്താണ് 10 + 1 11. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 11 10 9 8 7 6 5 എക്സെട്ര. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്ത് കിട്ടി 11 + 1 എന്താ കോമൺ ഡിഫറൻസ് -1 അല്ലേ. അപ്പോൾ 11 + -1 എന്ന് പറഞ്ഞാൽ 10 10 + -1 എന്ന് പറഞ്ഞാൽ 9 9 + -1 എന്ന് പറഞ്ഞാൽ 9 - 1 8 അല്ലേ. അങ്ങനെയാണ് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ.